ആത്മീയ രംഗത്തെ ആഭാസന്മാരെ തുറന്നു കാട്ടുവാൻ ഇതാ വരുന്നു പൂച്ചാണ്ടി കമ്മീഷൻ. 4 കൊല്ലം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മണ്ടയിൽ കെ വിജയൻ അടയിരുന്നുവെങ്കിലും വാലും തലയുമില്ലാത്ത ഗുണവും മണവുമില്ലാത്ത റിപ്പോർട്ട് പുറത്തു വന്നിട്ട് കൂടി പല അഭിനയ തൊഴിലാളികളുടെയും മാനം പോയി, മുഖം മൂടി അഴിഞ്ഞു വീണു. ഈ അഭിനയ തൊഴിലാളികളും കൂതാശ തൊപ്പിത്തൊഴിലാളികളും തമ്മിൽ വളരെയേറെ സാദൃശ്യമുണ്ട്. കാരണം ഇവർ രണ്ടു കൂട്ടരെയും മൊണ്ണകളായ ജനങ്ങൾ അന്ധമായി വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു. വിഷവും കെട്ടി നടക്കുന്ന ഇവന്മാർ എന്തോ വലിയ സംഭവമാണെന്ന് തിരുമണ്ടന്മാരായ ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. എവിടെ ആരാധന മൂക്കുന്നു അവിടെ ചൂഷണവും ഉണ്ടാകുന്നു എന്ന് പണ്ടേതോ കാബർഹികൾ പറഞ്ഞത് ഇത്തരുണത്തിൽ വെറുതെ ഓർത്തു പോവുകയാണ്. ഇഫ് യു ക്ലോസ് ടു ചർച്ച് ഫാർ അവേ ഫ്രം ഗോഡ് എന്നാണ് പറയുന്നത്. അതുപോലെ കൂതാശ തൊഴിലാളികളോട് നാം അടുത്തു കഴിഞ്ഞാൽ പിന്നെ ദൈവവിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകും. അതുപോലെയാണ് അഭിനയ തൊഴിലാളികളുടെ കാര്യവും. അത്രയ്ക്ക് കൂറകളാണ് ഇവറ്റകൾ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് ഈ അളിഞ്ഞ തൊപ്പിത്തൊഴിലാളികളുടെ പൂച്ചാണ്ടി വേഷക്കാരന്മാരുടെ സഹായം എന്തിനാണെന്നാണ് ഞങ്ങളുടെ ചോദ്യം. ദൈവത്തിനും നമുക്കും മധ്യേ ഈ മോന്മാർ കയറി നിൽക്കുന്നത് എന്തിനാണെന്ന് നാം ചിന്തിക്കുക. പക്ഷേ ഈ അലവലാദികളാണ് ഇന്ന് സമൂഹത്തെ നിയന്ത്രിക്കുന്നത്. ഇവന്മാരാണ് ഏറ്റവും ബഹുമാന്യർ എന്ന നിലയ്ക്കാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. ഏതോ ആണുങ്ങൾ എഴുതി കൊടുത്ത തിരക്കഥയിൽ ഏതോ സംവിധായകൻ പറയുന്നത് കേട്ട് അഭിനയിക്കുന്ന വെറും അഭിനയ തൊഴിലാളികളെ വിളിക്കുന്നത് താരം, സൂപ്പർ, മെഗാ, സൂപ്പർ ഡ്യൂപ്പർ താരം, അങ്ങനെ പല പേരുകളിലാണ്. പണ്ട് മൈക്കാട് പണിക്ക് പോയന്മാരും വാർക്കപ്പണിക്കും മണൽ വാരാൻ പോയന്മാരും ഒക്കെയാണ് ഇതെന്ന് ഓർക്കണം. അതുപോലെയാണ് കൂതാശപ്പണിക്കാരന്മാരും. ഒരു പുസ്തകം മേടിച്ച് കഷത്തിൽ വെച്ച് മീശയും വടിച്ചൊരു വെള്ള ഷർട്ടിട്ടാൽ അവൻ പിന്നെ ദൈവദാസനാണ്. അതുപോലെ 5 മീറ്റർ തുണി മേടിച്ച് ഒരു നൈറ്റി അടിച്ചിട്ടാൽ താടിയും മുടിയും നീട്ടി വളർത്തി പ്രാകൃത രൂപത്തിൽ പൂച്ചാണ്ടി വേഷം ഇട്ടാൽ ലവൻ തിരുമേനി. ലവനെ കാണുന്ന മാത്രയിൽ മൊണ്ണകൾ പോയി കുനിഞ്ഞു നിൽക്കും ഇവന്റെ കൈമുത്താൻ. ഈ വേഷവും കെട്ടി ദൈവത്തെയും മനുഷ്യരെയും ഒരുപോലെ കബളിപ്പിച്ച് വ്യഭിചാരത്തിനും പണാപഹരണത്തിനും നടക്കുന്ന വെറും മോന്മാരാണ് ഭൂരിപക്ഷവും എന്ന് മനസ്സിലാക്കുക. ഇവന്മാരുടെ കന്നന്തിരിവുകളെ കുറിച്ച് അറിയിക്കുവാൻ പറഞ്ഞാൽ ഒരു 100 കമ്മീഷനുകളെങ്കിലും മിനിമം ഒരു 10 വർഷം പണിയെടുത്തെങ്കിലേ ഒരു പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതിനൊരു തുടക്കമെന്നോണം ഞങ്ങൾ ഒരു കമ്മീഷൻ ആരംഭിക്കുകയാണ്, പൂച്ചാണ്ടി കമ്മീഷൻ. പൂച്ചാണ്ടികളെ കുറിച്ചുള്ള പരാതി അറിയിക്കുവാനുള്ള കമ്മീഷൻ ആയതുകൊണ്ടാണ് ഇതിനെ പൂച്ചാണ്ടി കമ്മീഷൻ എന്ന് പേര് വിളിക്കുന്നത്. ക്രിസ്തുവിനെയും ക്രൈസ്തവ സഭകളെയും നാറ്റിക്കുന്ന മോന്മാരെ കുറിച്ചാണ് കമ്മീഷന് വിവരം ലഭിക്കേണ്ടുന്നത്. ജനങ്ങൾക്ക് യാതൊരു മടിയും പേടിയും കൂടാതെ വിവരങ്ങൾ ഞങ്ങളെ വിളിച്ച് അറിയിക്കാവുന്നതാണ്. ചില ഉദാഹരണങ്ങൾ പറയാം. മർത്തോമ സഭയിലെ ഒരു പ്രകൃതി വിരുദ്ധനെ പിടിച്ച് സഫർഗൻ മെത്രാനാക്കി. ഇയാൾ പീഡിപ്പിച്ച ഒരു ഇര കോടതിയിൽ കൊടുത്ത മൊഴി ഞങ്ങളുടെ കൈവശമുണ്ട്. അത് വായിച്ചാൽ ആരും പിന്നെ ഇവന്റെ മുഖത്ത് നോക്കില്ല, ഇവന്റെ മുന്നിൽ പോയി നിന്ന് കുർബാന വാങ്ങാൻ വാപുളിക്കില്ല. അതുപോലെ ഓർത്തഡോക്സ് സഭയിലെ ഒരു സബോളക്കണ്ണൻ മെത്രാൻ പെണ്ണുപിടിക്കാൻ പോയപ്പോൾ കെട്ടിയിട്ടടിച്ച പാരമ്പര്യവും ഇയാൾക്കുണ്ട്. സഹോദരന്റെ ഭാര്യയുമായി അഭിഹിതം കണ്ട് ആ സഹോദരൻ നാടുവിട്ട മെത്രാൻ. ഇവനാണ് ഇന്ന് സഭകളുടെ യൂണിയന്റെ അഖിലേന്ത്യാ നേതാവ്. അമേരിക്കയിൽ ബാലികാപീഡനം നടത്തി രായ്ക്ക് രാമായണം ഇന്ത്യയിലേക്ക് കടന്നു കളഞ്ഞ ആ മെത്രാൻ ഇന്ന് ക്രൈസ്തവ സഭകളുടെ യൂണിയന്റെ നേതാവായി അങ്ങ് കൽക്കട്ടയിൽ ഇരുന്നു വാഴുന്നു. അഭിവന്ധ്യ പീഡോഫീലിയ മെത്രാൻ. സെമിനാരിയിൽ പഠിക്കുമ്പോൾ കാളക്കിടാവിനെ പീഡിപ്പിച്ച, ഇപ്പോൾ തിരുവനന്തപുരത്ത് നാലാഞ്ചിറയിൽ താമസമാക്കിയ KK എന്ന പാതിരിപ്പാമ്പ്. കോട്ടയം സെമിനാരി വിദ്യാർത്ഥികളുടെ പേടി സ്വപ്നമായിരുന്ന ദിവ്യശ്രീ കുണ്ടൻ പണിക്കാർ അടുത്ത തോലിക്ക ആകാൻ കുപ്പായമടിച്ചയാൾ കാത്തിരിക്കുകയാണ്. ആയതുമാണ് വാഴക്കുന്നത്ത് കത്തനാർ പറഞ്ഞ അരമനമേരിയുടെ ആച്ചാമിയാർ. എയർപോർട്ടിൽ വെച്ച് ബ്ലൂ ഫിലിം CD കൈവശം വെച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട അഭിവന്ധ്യ മെത്രാച്ചൻ. അമ്മയെയും ട്രാൻസ്ജെൻഡറായ മകളെയും ഒരുപോലെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിയുക്ത മെത്രാച്ചൻ. എയർ ഹോസ്റ്റസിന്റെ വീട്ടിൽ കൂതാശയ്ക്ക് പോയ അടുത്ത തോലിക്ക ആകാൻ കുപ്പായം തയ്പ്പിച്ചിരിക്കുന്ന മെത്രാൻ. അങ്ങനെ എന്തെല്ലാം ഐറ്റങ്ങൾ. ഇവന്മാരാണ് വിശ്വാസികളെ ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാനായി അംശവടിയുമേന്തി നടക്കുന്നത്. ഇതുപോലെയുള്ള എല്ലാ ആഭാസന്മാരെയും അനുസ്മരിക്കുവാനുള്ള സുവർണാവസരമാണ് ഞങ്ങൾ ഇതുവഴി ഒരുക്കുന്നത്. അയവിറക്കുന്ന അടിമവിശ്വാസി എന്ന ഫോണിൻ പരിപാടിയിലൂടെ നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ഒരു മലറിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. വിളിക്കേണ്ടുന്ന നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. 9746114444. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9746114444. അപ്പോൾ ഫോൺ എടുക്കുക, അങ്ങോട്ട് വിളിക്കുക. i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.